ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് തൂമാനം വാട്ടർഫോൾസിലേക്കാണ്. നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വാട്ടർഫോൾസ് കാണാൻ പോയത്. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള അകമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ തൂമാനം വാട്ടർഫോൾസ് ഉള്ളത്. ഒരു ചെറിയ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഉള്ളിലായിട്ടാണ് ഈ വാട്ടർഫോൾസ് ഉള്ളത്. തൂമാനം വാട്ടർഫോൾസ് മാത്രമല്ല കേട്ടോ ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്നത്. ഇതിന് ചുറ്റും നോക്കി എന്തൊരു ഭംഗിയാണ്. നല്ല കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ അകമല. ഞങ്ങളിവിടെ വന്നപ്പോൾ എക്സ്ട്രാ ഒരു ഡ്രസ്സൊക്കെ കയ്യിൽ കരുതിയിരുന്നു. കുട്ടികളുള്ളതുകൊണ്ട് തന്നെ അവർ ഉറപ്പായിട്ടും വാട്ടർഫോൾസിൽ ഇറങ്ങുമെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ കരുതിയിരുന്നു. വിചാരിച്ച പോലെ തന്നെ അവർ ഇറങ്ങി കുറച്ച് നേരമൊക്കെ വെള്ളത്തിൽ കളിച്ചു. മഴയായതുകൊണ്ട് തന്നെ വെള്ളം അത്ര ക്ലിയർ ആയിരുന്നില്ല, ഒരു കലങ്ങിയ പോലത്തെ കളറായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആഴമില്ലാത്ത സ്ഥലമാണ്, അതുകൊണ്ട് സേഫായിട്ട് തന്നെ ആൾക്കാർക്ക് ഇറങ്ങി വാട്ടർഫോൾസിൽ ഇറങ്ങി കളിക്കാനൊക്കെ പറ്റും. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ വാട്ടർഫോൾസിൻ്റെ മുകൾ ഭാഗത്ത് വേറെ ഒരു ചെറിയ വാട്ടർഫോളും കൂടി ഉണ്ട്. അത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവിടെ കണ്ടു കഴിഞ്ഞ് മുകളിൽ കയറി മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു ചെറിയ വാട്ടർഫോളും കൂടെ അവിടെ ഉണ്ടെന്ന് മനസ്സിലായത്. അവിടെ ഇതിലും കുറച്ചും കൂടെ ക്ലീൻ ആയിട്ടുള്ള വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളവിടെ കുറേ നേരം കളിച്ചു. കുറേ നേരം മൺസൂൺ സമയത്ത് മാത്രമാണ് കേട്ടോ, മൺസൂൺ സീസണിൽ മാത്രമാണ് ഇവിടെ വാട്ടർഫോൾ ഉള്ളതെന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയണത്. അത് കഴിഞ്ഞാൽ ഇത്രയും ഇങ്ങനെ വെള്ളച്ചാട്ടം ഉണ്ടാവില്ല എന്നാണ് പറയണത്. അയ്യോ, കുട്ടികൾക്കൊന്നും ഇട്ടില്ല, ഉപ്പ് മാത്രമേ ഉള്ളൂ. അയ്യോ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലായിട്ട് ഒരു കുറച്ച് തട്ടുകടകളൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ ഒരു അച്ചാച്ചൻ്റെ തട്ടുകടയിൽ നിന്ന് ഓംലെറ്റൊക്കെ കഴിച്ചു. ഓംലെറ്റ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ആട്ടുംകുട്ടികളും ആടുകളൊക്കെ വന്നു. നല്ല രസമുണ്ടായിരുന്നു അവരെ കാണാൻ. ഇത് തട്ടുകടയിലത്തെ അച്ചാച്ചൻ്റെ സഹോദരി കേട്ടോ. ഫോറസ്റ്റ് ആയപ്പോ അവര് വണ്ടിയൊക്കെ മുടക്കി, വണ്ടിയൊക്കെ പോയിണ്ടായിരുന്നു തന്നെ. ഓംലെറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓംലെറ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അമ്മാമ്മ ചുറ്റും ഇങ്ങനെ ആളുടെ രീതിയിലൊന്ന് കാണിച്ചു തരാനായിട്ട് ഞങ്ങളെ കൊണ്ടുപോയി. അപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ആ മുകളിലത്തെ വെള്ളച്ചാട്ടമൊക്കെ കാണുന്നത്. അല്ലെങ്കിൽ കാണില്ലായിരുന്നത്. ഇതാണ് മുകളിലത്തെ വെള്ളച്ചാട്ടം. ഇവിടെ വേനൽക്കാലത്ത് ആനകളൊക്കെ വന്ന് വെള്ളം കുടിക്കാറുണ്ടെന്നാണ് ഈ അമ്മാമ്മ പറഞ്ഞത്. ഞങ്ങൾ ഇവിടെയും കുറേ നേരം ഇരുന്നിട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ തിരിച്ച് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഭംഗി അവിടെ കാണാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഇത്രയ്ക്കൊക്കെ തന്നെ കാണാനുള്ളൂ. അതുകൊണ്ട് കൂടുതൽ വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. പിന്നെ ഇവിടെ എല്ലാവിടെയും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ വേസ്റ്റ് ഒന്നും ഇടരുത്, നല്ല വൃത്തിയിൽ സൂക്ഷിക്കണമെന്ന്.
പക്ഷേ വാട്ടർഫോളിൻ്റെ സൈഡിലായിട്ട് തന്നെ കുട്ടികളുടെ പാമ്പേഴ്സും ബോട്ടിലും പ്ലാസ്റ്റിക് കവറും ഒക്കെ ആയിട്ട് ഭയങ്കര വൃത്തികേടാക്കിയിട്ടുണ്ട്. കൂടുതലൊന്നുമില്ല, എന്നാലും വരുന്നവർ അത് കവറിലാക്കി തിരിച്ചു കൊണ്ടുപോയി മുകളിൽ വേസ്റ്റ് ബിന്നുണ്ട്, അവിടെ ഇടുകയാണെങ്കിൽ എത്ര രസമായിരിക്കും ഇവിടെ കാണാനായിട്ട്.